കർത്താവിൽ പ്രിയ ദൈവജനമേ, ഏവർക്കും എൻ്റെ കൂപ്പുകൈ. യേശുവിൻ്റെ നിതാന്തമായ പ്രാർത്ഥനയും പ്രവർത്തനവും എന്ന ചിന്തയിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ഒരു സവിശേഷത ഏറിയ മാതൃകയാണ് നിതാന്ത പ്രാർത്ഥനയും നിതാന്ത പ്രവർത്തനവും. പ്രാർത്ഥന കൂടാതെ പ്രവർത്തനവും, പ്രവർത്തനം കൂടാതെയുള്ള പ്രാർത്ഥനയും യേശുവിന് അന്യമായിരുന്നു എന്ന് വേണം കരുതുവാനും പറയുവാനും. രാത്രി തോറും പ്രാർത്ഥിക്കുക, പകൽ തോറും പ്രവർത്തിക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ നയവും ആപ്തവാക്യവും. നിരന്തരമായ പ്രാർത്ഥനയും ജാഗരണവും അവിരാമമായ പ്രവൃത്തിയും യേശുവിൻ്റെ പതിവും യേശുവിന് ഇണങ്ങുന്ന ഒരു മാതൃകയും ആയിരുന്നു. യേശുവിൻ്റെ ഈ മാതൃക അനാവരണം ചെയ്യുന്ന വേദവാക്യങ്ങളാണ് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 12ഉം 13ഉം അടങ്ങുന്ന വാക്യങ്ങൾ. ആ വാക്യം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ആ കാലത്ത് അവൻ പ്രാർത്ഥിക്കേണ്ടുന്നതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ ഒരു രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ച് അവരിൽ നിന്നും 12 പേരെ തിരഞ്ഞെടുത്തു. അവരെ അപ്പോസ്തലന്മാർ എന്ന് യേശു പേർ വിളിച്ചു. ഈ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുവാൻ അവിടെ ഒരു പശ്ചാത്തലം രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനും അനുമാനിക്കുവാനും. അപ്പോസ്തലന്മാർ എന്ന് വിളിക്കപ്പെട്ട 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുവാനുള്ള മുഖ്യ കാരണം ഒരുങ്ങുന്നത് 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 ഉൾപ്പെടെയുള്ള വേദഭാഗത്തിലൂടെയാണ് അത് കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയുക. ആ വേദഭാഗം പരിശോധിക്കുമ്പോൾ 2 സംഭവ വികാസങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. ഈ 2 സംഭവങ്ങളും അരങ്ങേറുന്നത് ശബത്ത് നാളിലായിരുന്നു. ഈ ശബത്ത് നാളിൽ ഒരു മനുഷ്യനും ഒരു തൊഴിലും ചെയ്യരുത്, അങ്ങനെയാണ് ന്യായപ്രമാണം അനുശാസിക്കുന്നത്. 7-ാം ദിവസം ദൈവത്തിന് അത് വിശുദ്ധ ദിവസമായി ആചരിക്കണം എന്നതാണ് ഇസ്രായേൽ ജനത്തിന് നിർബന്ധമായ ഒരു കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നത്. മോശ മുഖാന്തരം നൽകപ്പെട്ട ദൈവത്തിൻ്റെ ഈ കൽപ്പന യേശുവിൻ്റെ ശിഷ്യന്മാർ ലംഘിച്ചു എന്നതായിരുന്നു യഹൂദ ജനത്തിൻ്റെ യേശുവിനോടുള്ള കുറ്റപത്രവും ആക്ഷേപവും. യേശുവിൻ്റെ ശിഷ്യന്മാർ വിളഭൂമിയിലൂടെ കടന്ന് പോയപ്പോൾ അവർക്ക് വിശന്നിട്ട് കതിര് പറിച്ച് കൈകൾ കൊണ്ട് തിരുമ്പി തിന്നു എന്നതാണ് ആക്ഷേപത്തിൻ്റെ മുഖ്യ കാരണം. ശിഷ്യന്മാരുടെ ഈ പ്രവൃത്തി ശാബത്ത് ദിനത്തിലായിരുന്നു എന്നതാണ് യഹൂദന്മാരെ പ്രകോപിപ്പിക്കുവാൻ കാരണമായത്. ശാബത്ത് നാളിൽ വിഹിതമല്ലാത്ത 2ാമത്തെ പ്രവൃത്തിയായി അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്
6 വാക്യം മുതലാണ്. അവിടെ യേശുവിൻ്റെ പ്രവൃത്തിയെ തന്നെയാണ് വിരോധിച്ച് കാണുന്നത്. വലങ്കൈ വരണ്ട ഒരു മനുഷ്യന് യേശു സൗഖ്യമാക്കിയത് ശബത്ത് നാളിലായിരുന്നു. ആ ശബത്ത് നാളിലെ വിഹിതമല്ലാത്ത രണ്ടാമത്തെ പ്രവൃത്തിയായി ചിത്രീകരിക്കുന്നത് അതാണ്. ശിഷ്യന്മാരുടെ കതിര് പറിച്ച് തിന്നലും യേശുവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയും ആണ് യഹൂദന്മാരുടെ കണ്ണിൽ കരടായി, ദോഷപ്രവർത്തികളായി അവർ വ്യാഖ്യാനിക്കുവാനായിട്ട് ഇടയായത്. മേൽപ്പറഞ്ഞ 2 സംഭവങ്ങളും യഹൂദന്മാർക്ക് അരോചകമായി തോന്നി. ഈ സംഭവങ്ങളാൽ അവർ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിന് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുവാനായിട്ട് മുഖാന്തരമായി തീർന്നു. ഈ ആലോചനയുടെ പരിണതഫലം യേശുവിനെ കൊല്ലുക എന്ന തീരുമാനത്തിലാണ് കലാശിക്കുന്നത്. ഈ ദുരൂഹ സാഹചര്യത്തിൻ്റെ മുൾമുനയിലായിരുന്നു യേശുവിൻ്റെ പ്രാർത്ഥനയും മുന്നോട്ടുള്ള പ്രവർത്തനവും. ജീവിതത്തിൽ കലുഷിതമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാകുമ്പോൾ, സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾക്ക് കൂച്ചുവിലങ്ങ് വീഴുമ്പോൾ, എല്ലാവരും സ്വാഭാവികമായി നിരാശിതരും ദുഃഖിതരും നിർജീവരാകുന്നവരും ആകുക പതിവാണെങ്കിലും, യേശു വർദ്ധിത വീര്യത്തോടെ പ്രവർത്തിക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നതും നമുക്ക് പിൻപറ്റുവാനുള്ള മാതൃകയും. കൈവിലങ്ങ് വീഴും എന്ന് ആയപ്പോൾ യേശു തൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനു വേണ്ടി 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു. അതിശക്തമായ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു കാഴ്ചയാണ് നാം അവിടെ യേശുവിലൂടെ കാണുന്നത്. ദൈവരാജ്യത്തെ പ്രഘോഷിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്തിരുന്ന യേശുവിന് പരീശന്മാരും ശാസ്ത്രിമാരും എല്ലാ തലങ്ങളിലും പൂട്ടിയിടുവാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ യേശു ഒരിക്കലും ഭീരുവാകാതെ തൻ്റെ ദൗത്യം പൂർണ്ണമായും നിറവേറ്റുവാൻ തക്കവണ്ണം 12 ഇരട്ടി ശക്തിയോടെ പ്രവർത്തിക്കാനുള്ള വ്യഗ്രതയാണ് ഈ വേദവാക്യത്തിലൂടെ നമുക്ക് വെളിവാകുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് 2 കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നതാണ്. ഒന്ന്, യഹൂദ മത തീവ്രവാദികളുടെ യേശുവിനോടുള്ള വിദ്വേഷത്തിൻ്റെ മനോഭാവവും. 2, യേശുവിൻ്റെ വ്യതിചലിക്കാത്ത ധീരമായ നടപടികളുടെ തീവ്രതയും. എന്നിങ്ങനെ ഈ 2 കാര്യങ്ങൾ വ്യക്തമായി ആ വേദഭാഗത്തിലൂടെ തിരിച്ചറിയുവാൻ കഴിയുന്നതാണ്. ആവശ്യത്തിലിരിക്കുന്ന സഹജീവികളായ മനുഷ്യരെ സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള വൈമുഖ്യം ഒന്ന് മാത്രമാണ് യേശുവിനെയും യഹൂദന്മാരെയും തമ്മിൽ ഭിന്നിപ്പിക്കുന്നതും അകറ്റുന്നതുമായ പ്രതികൂല ഘടകങ്ങൾ. വെറുപ്പിൻ്റെ ചിന്തകളും നന്മ ചെയ്യുവാനുള്ള വിമുഖതയുമാണ് യഹൂദന്മാർ ഭരിച്ചിരുന്നത്. ഇത് രണ്ടും തിന്മകളായിട്ടുള്ള പ്രവൃത്തികളാണ് എന്നാണ് യേശു
യഹൂദന്മാരെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചത്. യേശുവിൻ്റെ ഈ പ്രവണതയെ യഹൂദന്മാരെ വിറളി പിടിപ്പിച്ചു. അവർ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെതിരെ ദുരാലോചനകൾ നടത്തുവാനായിട്ട് തുടങ്ങി. യേശുവിനോടുള്ള യഹൂദന്മാരുടെ എതിർപ്പും വിരോധവും വെറുപ്പും ഏറിയപ്പോൾ യേശുവിൻ്റെ പ്രവർത്തനം നിശ്ചലമാകുകയല്ല, പിന്നെയോ യേശുവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആഴവും പരപ്പും ഏറുകയാണ് ചെയ്തത്. യേശുവിൻ്റെ പ്രവർത്തനങ്ങളുടെ ഗതിവേഗം ശരവേഗത്തിൽ 12 മടങ്ങായി വർദ്ധിക്കുകയാണ് ഇവിടെ നമുക്ക് നോക്കിക്കാണുവാനായിട്ട് കഴിയുന്നത്. വിമർശനങ്ങൾ ഉയരുമ്പോഴും എതിർപ്പുകളുടെ വേലിയേറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും സംരക്ഷിക്കേണ്ട ചങ്ങലകൾക്ക് ഭ്രാന്ത് പിടിക്കുമ്പോഴും എന്തിനും ഏതിനും തടസ്സവാദം ഉന്നയിക്കുന്ന അധികാരിവർഗം ഉടലെടുക്കുമ്പോഴും പ്രവർത്തനം മന്ദീഭവിപ്പിക്കുകയല്ല, വിമർശിക്കുന്നവർക്ക് നേരെ പ്രത്യാക്രമണം നടത്തുകയുമല്ല, എതിർചേരികൾക്ക് രൂപം കൊടുക്കുകയോ അല്ല, പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുകയും സധൈര്യം മുന്നേറുകയുമാണ് യേശു ഇവിടെ ചെയ്ത് കാണിക്കുന്നതായ മാതൃക. ഇങ്ങനെയുള്ള ദുസ്ഥിതിയിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ യേശുവിൻ്റെ ഈ മാതൃക ദുർഘടങ്ങളെ മറികടക്കുവാൻ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.